പോയാലോ? വരൂ. ഹലോ, പറയൂ പറയൂ. എന്റെ പേഴ്സ് കാണാനില്ല. അല്ല, എന്റെ മൊബൈലും കാണുന്നില്ല. കള്ളൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതെ അതെ, എന്റെ പേഴ്സ് കാണുന്നില്ല. അവിടെ നിൽക്കാൻ. ഈ ജാക്കറ്റ് ലഡു സിംഗ് സാറിൻ്റെതാണല്ലോ. ഗഞ്ചയുടെ പേര് കേട്ടാൽ തന്നെ എല്ലാവരും വെറാന്ന് വിറയ്ക്കും. ഈ ഒരു കുട്ടീനെ പേടിച്ചോടി വന്നു അല്ലേ? തൈന്ന് വിറയ്ക്കും, അല്ലെങ്കിൽ തക തക താം ജീന്ന് വിറയ്ക്കും. ചിർക്കോട്ട്,
ഇവിടെ തക തക ധാം ധീം മാച്ച് ആവുന്നില്ല. അതുകൊണ്ടാ താപ്പാന്ന് കേൾക്കുമ്പോ ആൾക്കാർ തപ്പുന്നത് എന്ന് പറഞ്ഞ സെയിം ആണെന്ന്. ബോസ്, ആ ചെറുക്കനുണ്ടല്ലോ ഭയങ്കര മിടുക്കനാ. എനിക്ക് എവിടെ നിന്ന് ഓടേണ്ടി വന്നു, പക്ഷെ എന്റെ മുഖം അവൻ കണ്ടിട്ടില്ല. അതെന്തായാലും നന്നായി. നമുക്കിനി വേദ നഗരത്തിൽ കുറച്ച് നാളുകൾ കൂടി മോഷ്ടിക്കാം ബോസേ. അപ്പൊ ഇതാണ് തമാശ. ഇനി എല്ലാവരും പറ, ഗഞ്ചാന്ന് പേര് കേട്ട നാട്ടുകാരൊക്കെ വെരി ഗുഡ്. ലഡു സിംഗ് സർ, സോറി, എനിക്ക് കള്ളനെ പിടിക്കാനായില്ല. പക്ഷെ അയാളുടെ ജാക്കറ്റും ഈ പേഴ്സും കിട്ടി. ഇതിന് ചിലപ്പോ എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ? താങ്ക് യു ശിവ, എന്റെ പേഴ്സ് തിരിച്ചു തന്നതിന്. കള്ളൻ എത്ര വല്ല ബുദ്ധിമാനായാലും ശരി, അവൻ എന്തെങ്കിലും ഒരു തെളിവ് വിടാതെ പോയിട്ടുണ്ടാവില്ല. ഞാൻ നോക്കട്ടെ, ഈ ജാക്കറ്റിനകത്ത് എന്തായാലും അവന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഐഡിയ ഉണ്ടായിരിക്കും. കിട്ടിയല്ലോ. ഇനി നിനക്ക് എങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലെങ്കിലും ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷണം നിർത്തിക്കോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. എന്റെ സാറ് ആദ്യം ആ ഫോട്ടോ ഒന്ന് ശരിക്കും നോക്കിയേ. ഈ ഫോട്ടോയിലുള്ള ആളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. റാം, നീ ഇയാൾ എത്രയും പെട്ടെന്ന് പിടിച്ച് ജയിലിനകത്തിട്. ഇദ്ദേഹത്തിന് ജയിലിനകത്ത് ഇടാൻ പാടില്ല സാർ. ഞാൻ പറയുന്ന അനുസരിക്ക്, ഇയാളെ ജയിലിനകത്തിട്. റാം, നീ എന്തായി കാണിക്കുന്നേ? പുറത്ത് വിട്. ഇതിനകത്ത് എന്നെ പുറത്തേക്ക് വിട്. എന്നെ ഇതിനകത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്റെ തൊപ്പി വരെ തെറിക്കും. പുറത്തേക്ക് വിട്. ഇത് സാറിന്റെ ഫോട്ടോ തന്നെയാണല്ലോ. ഞാൻ ചിന്തിച്ചു പോലുമില്ല മോഷണം നടത്തിയ സാറിന് ഈ ഞാൻ തന്നെ ജയിലിനകത്ത് ഇടേണ്ടി വരുമെന്ന്. ഫോട്ടോ മേശപ്പുറത്തുണ്ടായിരുന്നു, ജാക്കറ്റിന്ന് വീണതല്ല. സർ, എനിക്ക് തോന്നുന്നത് ഈ കള്ളൻ ആ ഡാൻസ് ഗ്രൂപ്പിൽ പെട്ടവനായിരിക്കും. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്, കേൾക്കൂ. ലഡ്ഡു സിംഗ് സാറേ, എന്താണ് ഇന്ന് വലിയ കൂളായിട്ടാണല്ലോ? കാര്യം പറ. അതിന് കാരണം ഒരു കള്ളൻ എന്റെ പേഴ്സ് അടിച്ചോണ്ട് പോയിന്നേ. പക്ഷെ അതിന്റെ അകത്ത് അവന് കാശൊന്നും കിട്ടി കാണില്ല. ഓക്കെ, എന്നാലും എന്റെ ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഞാൻ ഇന്നൊരു അടിപൊളി പ്ലാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ ബഡായ്, എന്നാ വരൂ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? ശരി, നമുക്ക് വേഗം പോയി അവനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ കള്ളൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് കളയും. ഹലോ, താങ്ക് യു. ശിവ, അവരൊക്കെ പോയി കളഞ്ഞല്ലോ. അറിയോ, ഇന്ന് അവന്മാരെന്റെ പോക്കറ്റ് തൊട്ടിട്ട് പോലുമില്ല. ലഡു സിംഗ് സാറേ, അവര് നിങ്ങളുടെ പോക്കറ്റ് ചെക്ക് ചെയ്തോ? ഇതിനിപ്പോ എന്താ ചെക്ക് ചെയ്യാനുള്ളത്? ഇന്ന് ഞാൻ കാശും പേഴ്സും വേറെ വേറെ പോക്കറ്റിലാ വെച്ചിരിക്കുന്നേ. അതുകൊണ്ട് പേഴ്സ് മോഷണം പോയാലും അവന്മാർക്ക് എന്റെ കയ്യിലത്തെ കാശ് കിട്ടില്ല. നിങ്ങളത് നോക്കിയേ, എന്റെ പേഴ്സ്. ഇതെന്താണ്? കത്തോ? ഇതിൽ എഴുതിയിരിക്കുന്നത് പേഴ്സും കാശും വേറെ വേറെ പോക്കറ്റിൽ വെച്ചാലും ചിലപ്പോ കാശ് മാത്രം അടിച്ചു പോവാൻ സാധ്യത ഉണ്ടെന്ന്. ബൈ ഇൻസ്പെക്ടർ. എന്റെ കാശ് എവിടെ പോയി? കള്ളം കൊണ്ടുവന്നു തോന്നുന്നു. ഇവര് ഭയങ്കര പോക്കറ്റടി കള്ളന്മാരാ. ഇവരെ പിടിക്കാനായിട്ട് നമ്മൾ ഏത് സമയവും അലർട്ടായിട്ട് ഇരിക്കണം. വരൂ, നമുക്ക് അവരെ പുറകെ പോവാം. വേഗം വരൂ.
ഇതെങ്ങനെയാ സംഭവിക്കാ? എല്ലാവരും ഈ ഭാഗത്തോടെ വന്നത്, പക്ഷെ പെട്ടെന്ന് എവിടേക്കാ പോയത്? എനിക്ക് പേടിയായിട്ട് വയ്യ. ചിലപ്പോ അവരെങ്ങനെ എലിമെന്റ് ആയിരിക്കാം. അവര് ഇൻവിസിബിൾ ആയിട്ട് നമ്മളെ നോക്കുന്നുണ്ടാകും. അതെ അതെ, അല്ലെങ്കിൽ ഏലിയൻസിന് വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ അതിന് പേടിത്തോടാ. നിങ്ങൾ രണ്ടുപേരും വീണ്ടും തുടങ്ങിയോ? ശിവ, എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ നമുക്ക് ശരിക്കും പരിശോധിക്കാന്നാ. നീ പറഞ്ഞത് ശരിയാണ് രേവ. വരൂ, നമുക്ക് ഇവിടെ ശരിക്കും പരിശോധിക്കാം. പോയി നോക്കാം. കാഞ്ചത്തപ്പ, ആ പോലീസുകാരനോ ചെറുക്കനോ നമ്മളെ വിടാതെ പിന്തുടർന്നോണ്ടിരിക്കുക. ഇന്നിവിടെ മാളിൽ വന്ന് ഞങ്ങളെ അന്വേഷിക്കുമായിരുന്നു, അറിയോ? നമുക്ക് ഇവിടെ വിട്ട് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ഗഞ്ചൻ താപ്പാന്റെ പേര് കേട്ടാലേ ജനങ്ങളെല്ലാം വെറവെറവെറാന്ന് വിറയ്ക്കില്ലടോ. ഞാനൊന്നും ഓടിപ്പോവില്ല. ഇന്ന് നിങ്ങൾ ആ പോലീസുകാരന്റെ പോക്കറ്റ് അടിച്ചു. അവന് വല്ലതും ചെയ്യാൻ പറ്റിയോ? ഇല്ലല്ലോ. ദേ അവര് വന്നു. ബോസ് ഓടിക്കോ. മര്യാദയ്ക്ക് എല്ലാവരും ലഡു സിംഗ് സാറിന്റെ അടുത്ത് സറണ്ടർ ആവൂ. മോഷ്ടിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു തരാൻ നോക്കൂ. താപ്പാന്റെ പേര് കേട്ടാൽ തന്നെ ജനങ്ങളെല്ലാം വെറവെറവെറാന്ന് വിറയ്ക്കും. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ സറണ്ടർ ആവണമെന്നോ? എവിടെയെങ്കിലും പോയിരുന്ന് മുട്ടായി തിന്നു കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് ആക്ക്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നൃത്തം പാട്ടൊക്കെ നിർത്തിക്കൊള്ളണം. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷണം നിർത്തിക്കോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സാറ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലേ? എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാമേ. ലഡു സിംഗ് സാർ, ദാ കള്ളൻ അവിടെ ഓടിപ്പോയി. ഞാൻ അയാളെ നോക്കിക്കോളാം. സാർ ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യൂ ശിവ? ഇവന്മാരൊക്കെ ചേർന്ന് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എന്നെ കിടന്ന് പെരുമാറുന്നത് കണ്ടില്ലേ? ലഡു സിംഗ് സാറേ, നിങ്ങൾ കണ്ടെടുത്ത എല്ലാവരോടും ഹാൻഡ്സ് അപ്പ് പറയൂ. അത് കൊള്ളാം. ഞാൻ ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞില്ല, പക്ഷെ നിങ്ങളെല്ലാരും കൈ പൊക്കിയല്ലോ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോ കാലും പൊക്കിയാണ്.
നോക്കട്ടെ. യെസ്, ഐഡിയ. ഗ്ലൂട്ടയോ. ഇതെന്ത് അതിശയാണ്? സൈക്കിള് കേബിളിൽ കൂടിയാണല്ലോ വരുന്നത്. ഇവൻ ഒരു കുട്ടിയല്ല, ഇവൻ ശരിക്കും ഒരു കുട്ടിയല്ല. കുട്ടിയുടെ വേഷത്തിന് വേറെ ഏതോരുത്തരാണ് വന്നിരിക്കുന്നത്. നീ കുട്ടിയല്ല, നീ ശരിക്കും ഒരു കുട്ടിയല്ല. ആരാണ് നീ? പറ, ആരാണ് നീ? ഓക്കെ സാർ. ഞാൻ പറഞ്ഞതല്ലേ, ശിവ. ശിവ എന്നാണ് എന്റെ പേര്. രക്ഷിക്കൂ! Help! Help! ശിവ! ഹലോ അങ്കിൾ, ഞാൻ വിചാരിച്ച നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നെ സഹായിക്കൂ! അങ്കിൾ, എന്റെ സൈക്കിൾ മുറുകെ പിടിച്ചോളൂ. അങ്ങനെ കള്ളൻ കരയിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞു. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി ഇടിച്ചിടിച്ച് നിന്റെ മോതയുടെ ഷേപ്പ് മാറ്റും. പേഴ്സ് മോഷ്ടിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുക പോലില്ല. ഇവൻ ഒരു കുട്ടിയല്ല, ഇവൻ കുട്ടിയേ അല്ല. ഇവന്റെ മാസ്ക് കഴിക്കേ. ഞാനൊരു കുട്ടിയുടെ അടുത്ത് എങ്ങനെ തോൽക്കും? അങ്കിൾ, ഇനി ജയിലിൽ പോയിരുന്ന് ആലോചിച്ചോളൂ, ഞാൻ കുട്ടിയാണോ അല്ലെങ്കിൽ വേറെ ആരോ ആണോ എന്ന്. ബൈ. താങ്ക് യു ശിവ. ഇപ്രാവശ്യം കൂടി നീ നിയമത്തിനെ സഹായിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഇവരൊക്കെ ഡാൻസുകാരല്ലേ? ഇവര് ഡാൻസ് ചെയ്യിച്ച് അങ്ങനെ തന്നെ ജയിലിൽ കൊണ്ടുപോയിക്കോളൂ. മ്യൂസിക്.